നമുക്കിന്ന് ഹാസിൻ്റെയും ഹാവിൻ്റെയും യൂസേജ് കണ്ടാലോ? ഹാസ് എപ്പോഴും നമ്മൾ സിംഗുലറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീ ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ഇങ്ങനെയാണ് ഹാസിൻ്റെ യൂസേജ് വരിക. ഹാവ് ഓൺ ദ അതർ ഹാൻഡ് പ്ലൂറൽ ആയിരിക്കും. ദേ, വി, വി കൂടാതെ നമ്മൾ ഐ, യു തുടങ്ങിയ വേർഡ്സിലും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ മീറ്റിംഗ്. ഐ കഴിഞ്ഞിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്തു. They have 2 cars. You have a good memory. The students have homework. അങ്ങനെ എക്സാമ്പിൾസിലെല്ലാം നമ്മൾ പ്ലൂറലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്തത്. ഓൺ ദ അതർ ഹാൻഡ് ഹാസ്, ഷീ ഹാസ് എ ന്യൂ ഫോൺ. ഷീ ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് ചൂസ് ചെയ്തത്. ദി ഡോഗ് ഹാസ് എ കോളർ. ദി ഡോഗ് ഒരാളാണല്ലേ, ഒരു കാര്യമാണ്, ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൈ ബ്രദർ ഹാസ് എ ബൈക്ക്. മൈ ബ്രദർ ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഹീ ഇവിടെ ഒരാളാണല്ലേ. സോ ഹീ ഹാസ് 5 ഓറഞ്ചസ്. യു വരുമ്പം ഹാവ് ആണ്. യു ഹാവ് 4 പെൻസിൽസ്. ഐ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഹാവേ വരുള്ളൂ. ഐ ഹാവ് മെനി ബുക്സ്. ദേ വരുമ്പോഴും നമ്മൾ പറഞ്ഞു ഹാവേ വരുള്ളൂ. ദേ ഹാവ് ടു അറ്റൻഡ് ദ പാർട്ടി. ദ ഈഗിൾ ഒരാളാണ് അല്ലേ, ഒരു ബേർഡാണ്. ദ ഈഗിൾ ഹാസ് എ നെസ്റ്റ്. മൈ ഫ്രണ്ട് ഒരാളാണ്, ഹാസ് ബ്രൗൺ ഹെയർ. വി അഗെയിൻ പ്ലൂറലാണ്. വി ഹാവ് എ ടെന്നീസ് ടേബിൾ ഇൻ അവർ ബിൽഡിംഗ്. ദേ അഗെയിൻ plural. So they have. Thank you.